നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൽ നാളെ ബ്രസീൽ മസ്റ്റ് വിൻ മാച്ചിന് ഇറങ്ങുകയാണ് ഹെയ്ത്തിക്കെതിരെ. നാളെ രാത്രിയാണ് US കളിയെങ്കിലും നമുക്ക് ഇന്ത്യൻ സമയം ശനിയാഴ്ച പുലർച്ചെ 6 മണിക്കാണ് ആ കളി നടക്കുന്നത്. ഈ മത്സരത്തിനായിട്ടുള്ള ബ്രസീൽ ടീമിൻ്റെ ട്രെയിനിങ്ങും പുരോഗമിക്കുകയാണ്. ട്രെയിനിങ്ങിൽ അവർ വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നെന്ന റിപ്പോർട്ട് വരുന്നു. അതായത് കഴിഞ്ഞ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്ത 11-ൽ നിന്ന് 5 താരങ്ങളെ മാറ്റം വരുത്തിക്കൊണ്ടാണ് ഇന്നലെ കോച്ച് ട്രെയിനിങ് സെഷനിൽ കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത്. 5 മാറ്റങ്ങളെന്ന് പറയുമ്പോൾ റാഫിഞ്ഞയ്ക്ക് പകരം മാർട്ടിനെല്ലി അദ്ദേഹം പരീക്ഷിച്ചു, ഇബാനസിന് പകരം ഡാനിയിലോ, ഗബ്രിയലിന് പകരം ലിയോ പെരീര, കാസമിറോക്ക് പകരം ഫാബിഞ്ഞോ, പക്വറ്റയ്ക്ക് പകരം ലൂയിസ് എൻറിക്കെ. അതോടൊപ്പം തന്നെ ചില ഘട്ടങ്ങളിലായിട്ട് ട്രെയിനിങ്ങിൻ്റെ ചില ഘട്ടങ്ങളിലായിട്ട് റയാന്, ബ്രമർ, ഡാനിലോ സാൻഡോസ് തുടങ്ങിയവരെയും അദ്ദേഹം പരീക്ഷിക്കുകയുണ്ടായി. എന്നാലും ഇതാണ് 11 എന്നൊന്നും പറയാൻ പറ്റില്ല. ആഞ്ചലോട്ടി കാര്യങ്ങൾ ഇപ്പോൾ രഹസ്യമാക്കി വെക്കുകയാണ്. പലതരത്തിലുള്ള ചേഞ്ചുകൾ അദ്ദേഹം പരീക്ഷിക്കുന്നു. നിലവിൽ അദ്ദേഹം ട്രെയിനിങ്ങിൽ പരീക്ഷിച്ചിരിക്കുന്ന ബ്രസീലിൻ്റെ 11 ഇങ്ങനെയാണ്. ഗോൾ കീപ്പറായിട്ട് ആലിസൺ ബെക്കർ, ഡിഫൻസിൽ ഡാനിലോ, മാർക്കിഞ്ഞോസ്, ലിയോ പെരീര, ഡഗ്ലസ് സാൻഡോസ്, മധ്യനിരയിൽ ഫാബിഞ്ഞോ, ബ്രൂണോ ഗുയ്മാരസ്, മാർട്ടിനെല്ലി, ലൂയിസ് എൻറിക്കെ തുടങ്ങിയവർ, മുന്നേറ്റത്തിൽ വിനി ജൂനിയറും ഇഗോർ തിയാഗോയും ഒരുമിച്ച്. അപ്പോൾ ഈ രൂപത്തിലുള്ളൊരു 11 കൊണ്ട് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നു. ഹെയ്ത്തിക്കെതിരെ ഗോൾ വർഷമാണ് ബ്രസീൽ ലക്ഷ്യമിടുന്നത്. കാരണം ഗ്രൂപ്പിൽ 1-ാം സ്ഥാനക്കാരാവുക എന്നുള്ളതും പ്രധാനമാണ്. ശരിയാണ്, 3 ടീമുകൾ, ഗ്രൂപ്പിൽ നിന്ന് 3 ടീമുകൾ വരെ കയറാൻ സാധ്യതയുണ്ട്. പക്ഷേ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനക്കാരായാൽ മുന്നോട്ടുള്ള പോക്കിൽ ഫിക്സറിൽ കുറച്ചുകൂടി അനുകൂല ഘടകങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഗോൾ വർഷം നടത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.